എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. പ്രശസ്ത കലാ സാംസ്കാരിക സ്ഥാപനങ്ങൾ, പ്രധാനമായിട്ടും ഞാനിവിടെ എടുത്തു പറയുന്നത് കേരള കലാമണ്ഡലവും കേരള സാഹിത്യ അക്കാദമിയുമാണ്. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ PDF നോട്ടും നമ്മുടെ ആപ്പിനുള്ളിലും എംഫേവർ ലേണിംഗ് ആപ്പിനുള്ളിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ, ടെലിഗ്രാമിൽ എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് അവിടെയും സൗജന്യമായി ജോയിൻ ചെയ്ത് നോട്ടുകൾ പൂർണ്ണമായും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ പ്രശസ്ത കലാ സാംസ്കാരിക സ്ഥാപനങ്ങൾ, മിക്കവാറും പരീക്ഷകളിൽ ഈ ഒരു വിഭാഗം, ഇപ്പോൾ ഡിഗ്രി ലെവലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, LDCക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്കൊക്കെയാണ് ഡിഗ്രി ലെവലിന് ഈ ഒരു ഭാഗത്തു നിന്നുമൊക്കെ വരുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. പല പരീക്ഷകളിൽ മാറി മാറി വരും മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ. എന്നാൽ ഈ പറയുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമല്ല കേരള PSC ഇപ്പോൾ ചോദിച്ചു വരുന്നത്. 5 എന്ന് പറയുന്ന ഹിസ്റ്ററിക്ക് 5 മാർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് 3 മാർക്കാവും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും. എന്നാലും വളരെ പ്രധാനമുള്ള ഒരു ഏരിയ ആണ് കേരള ആർട്സ്, കൾച്ചർ ആൻഡ് സ്പോർട്സ്. ആദ്യമായിട്ട് കേരള കലാമണ്ഡലമാണ്. അപ്പോൾ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെടുത്തി കേരള PSC ഇന്നേ വരെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ PSC ബുള്ളറ്റിൻ, മറ്റ് പ്രധാന പോർട്ടലിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കാവുന്ന A to Z കാര്യങ്ങൾ ഇനി ഇതിന്റെ അപ്പുറം കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനില്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളെയാണ് നമ്മൾ കൂടുതലും ആർട്സ് ആൻഡ് കൾച്ചർ വിഭാഗത്തിൽ പ്രതീക്ഷിക്കുന്നത്. 1-2 വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കാര്യം നോക്കാം. കോഴിക്കോട് വെച്ച് 1927 ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേരള കലാമണ്ഡലം സ്ഥാപിതമായത് 1930 നവംബർ 9. അപ്പോ കോഴിക്കോട് വെച്ച് 1927 ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടാണ് എന്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്? കേരള കലാമണ്ഡലം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പക്ഷെ സ്ഥാപിതമായതോ 1930 നവംബർ 9. അപ്പോ കേരള PSCയുടെ സ്ഥിരം ചോദ്യമാണ് കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം 1930. ദിവസം കൂടി ഇനി നിങ്ങൾ പഠിച്ചോളുക. 1930 നവംബർ 9. അടുത്തൊരു പേര് ശ്രദ്ധിക്കണം. മണക്കുളം മുകുന്ദരാജ, അതായത് വള്ളത്തോളിന്റെ ഒരു ചങ്ങായാണ് ഈ പറയുന്ന മണക്കുളം മുകുന്ദരാജ. അയാളുടെ സഹായത്തോടെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അതാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് വള്ളത്തോൾ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്തൊരു ചെറിയൊരു ഫാക്റ്റ് ആണ്. രവീന്ദ്രനാഥ ടാഗോറുമായുള്ള അടുപ്പമാണ് വള്ളത്തോളിന് കലാമണ്ഡലം സ്ഥാപിക്കാൻ പ്രേരണയായത്. കഥകളി പരിപോഷിപ്പിക്കാൻ വള്ളത്തോൾ നാരായണ മേനോൻ കുന്നംകുളത്ത് സ്ഥാപിച്ച കഥകളി വിദ്യാലയമാണ് പിന്നീട് കേരള കലാമണ്ഡലമായിട്ട് രൂപവൽക്കരിക്കപ്പെടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, കേരള കലാമണ്ഡലത്തിന് ഒരു മുൻഗാമി ഉണ്ടായിരുന്നു. വള്ളത്തോൾ നാരായണ മേനോൻ കുന്നംകുളത്ത് സ്ഥാപിച്ച കഥകളി വിദ്യാലയം. ഇതാണ് പിന്നീട് 1930 നവംബർ 9 കേരള കലാമണ്ഡലമായിട്ട് രൂപവൽക്കരിക്കപ്പെട്ടു, അല്ലെങ്കിൽ സ്ഥാപിതമായി എന്നുള്ളത് നമുക്ക് ഓർക്കാം. ഇനി കേരള കലാമണ്ഡലം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് വള്ളത്തോൾ നഗറിലാണ്. അതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ചെറുത്തുരുത്തിയിലാണ്. തൃശ്ശൂർ നഗരത്തിൽ തന്നെയാണ് ഈ പറയുന്ന വള്ളത്തോൾ നഗർ അഥവാ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്, അത് ഓർത്തുകൊള്ളുക, വള്ളത്തോൾ നഗർ എന്നുള്ളത് ആരും മറക്കത്തില്ല. കാരണം ഇതിന്റെ സ്ഥാപകൻ വള്ളത്തോൾ ആണല്ലോ. പക്ഷെ ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ജില്ല മാത്രം പോരാ. ജില്ലയിൽ എവിടെ? തൃശ്ശൂർ ജില്ലയിൽ ചെറുത്തുരുത്തി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരവും PSC ചോദ്യമാണ്. ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ പറയുന്ന കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഗുരുകുല സമ്പ്രദായത്തിൽ ഭാരതീയ നൃത്തകലകൾ അഭ്യസിപ്പിക്കുന്ന സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. പഴയകാല വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഗുരുകുലം എന്ന് പറയുന്നത്. ഒരു ഗുരുവിന്റെ കീഴിൽ നിരവധി, അതായത് ഒരു ഗുരുവിന്റെ കീഴിൽ ഒന്നിലധികം പാഠ്യവിഷയങ്ങൾ പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ ഒത്തുചേരും, അല്ലെ? ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം അതൊരു ഫോർമൽ എഡ്യൂക്കേഷൻ അല്ല, ഔദ്യോഗിക വിദ്യാഭ്യാസമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഔദ്യോഗിക വിദ്യാഭ്യാസം സ്കൂളിൽ സർക്കാരാണ് നൽകുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി,
കൂടിയാട്ടം, തുള്ളൽ, ചെണ്ട, മദ്ദളം, മൃദംഗം, തിമില, കർണാടക സംഗീതം, കേരളീയ വാദ്യങ്ങൾ തുടങ്ങിയവ കലാമണ്ഡലത്തിൽ അഭ്യസിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഓരോന്നും ഇങ്ങനെ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ അഭ്യസിപ്പിക്കുന്നത് കലകളാണെന്നുള്ള കാര്യം നമുക്കറിയാം. പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചു, കഥകളി വിദ്യാലയമാണ് കേരള കലാമണ്ഡലമായി പിന്നെ രൂപവൽക്കരിക്കപ്പെട്ടത്. അപ്പൊ കഥകളിയുണ്ട്, മോഹിനിയാട്ടമുണ്ട്, മറ്റു ചില സംഗീതം പഠിപ്പിക്കുന്നുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കുന്നുണ്ട്. സ്വദേശികളും വിദേശികളും അടക്കം നിരവധി പേർ കലാമണ്ഡലത്തെയും കലകളെയും പറ്റി മനസ്സിലാക്കുന്നതിനും ഗവേഷണത്തിനുമായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. വിവിധ കലകളെ പറ്റി പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായി ഏറ്റവും പ്രധാനമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, കേരള കലാമണ്ഡലം ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയുണ്ട്, ഗുരുവിനൊപ്പം ഒരു ദിവസം. ഇവിടെ ഗുരുകുല സമ്പ്രദായ പ്രകാരമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ പൊതുജനങ്ങൾക്ക് കേരള കലാമണ്ഡലത്തെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി കേരള കലാമണ്ഡലം അവതരിപ്പിച്ച പരിപാടിയാണ് ഗുരുവിനൊപ്പം ഒരു ദിവസം. ഇനി കേരള കലാമണ്ഡലത്തിന്റെ ആ ഒരു വരവ്, ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കേരള കലാമണ്ഡലത്തിന്റെ വരവും ഉയർച്ചയുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. 1955 ജവഹർലാൽ നെഹ്റു കേരള കലാമണ്ഡലം സന്ദർശിച്ചു. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കേരള കലാമണ്ഡലം സന്ദർശിച്ച വർഷം 1955. 1957 കലാമണ്ഡലത്തിന്റെ ഭരണം കേരള സർക്കാർ ഏറ്റെടുത്തു. കേരള സർക്കാർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ കേരള കലാമണ്ഡലം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അപ്പോ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഗ്രാൻഡ് ആൻഡ് ഗ്രേഡ് സ്ഥാപനമാക്കി. 1962 നവംബറിൽ കേരള കലാമണ്ഡലത്തെ കേരള ആർട്സ് അക്കാദമി ആയിട്ട് ഉയർത്തി. അപ്പോ ശ്രദ്ധിക്കണം, 1930 നവംബർ 9 തൃശൂർ ചെറുത്തുരുത്തിയിൽ ആരംഭിച്ച കേരള കലാമണ്ഡലം, വള്ളത്തോൾ നേതൃത്വം നൽകിയ കേരള കലാമണ്ഡലത്തെ 57 സർക്കാർ ഏറ്റെടുത്തു. സർക്കാരിന്റെ ധനസഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാക്കി ഗ്രാൻഡ് ഇൻ ഗ്രേഡ് എന്ന് പറയുന്ന ഒരു പദവി നൽകി സാംസ്കാരിക വകുപ്പിന് കീഴിൽ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ശേഷം 1962 കേരള കലാമണ്ഡലത്തെ കേരള ആർട്സ് അക്കാദമി എന്ന പദവിയിലേക്ക് ഉയർത്തി. കലാമണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കലാദൃശ്യം എന്ന് പറയുന്നത് നാട്യശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ച കൂത്തമ്പലം. അപ്പോ കൂത്തമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താ പഠിക്കേണ്ടത്? കേരള കലാമണ്ഡലമാണ്. അപ്പൊ കൂത്തമ്പലം എവിടെയാണ് നമ്മൾ കാണുന്നത്? കേരള കലാമണ്ഡലത്തിലാണ്. അപ്പൊ കലാമണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കലാദൃശ്യം എന്ന് പറയുന്നത് നാട്യശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ച കൂത്തമ്പലമാണ്. PSC ചോദ്യമാണ്. കൂത്തമ്പലം, വള്ളത്തോൾ മ്യൂസിയം, ആർട്ട് ഗാലറി തുടങ്ങിയവ ഇവിടുത്തെ പ്രധാന സവിശേഷതകളാണ്. 2007 കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചു. എന്താണ് കൽപ്പിത സർവകലാശാല? ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയും. ഡീംഡ് യൂണിവേഴ്സിറ്റി. ഇനിയുള്ള കാലങ്ങളിൽ എല്ലാ കോളേജുകളും വ്യത്യസ്തമായിട്ട് ഡീംഡ് സർവകലാശാല അല്ലെങ്കിൽ കൽപ്പിത സർവകലാശാല ആകാൻ പോവുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. 2007 കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചു. കേരള PSC ചോദ്യമാണ്. 2010 യൂണിയൻ ഗ്രാന്റ്സ് കമ്മീഷൻ കലാമണ്ഡലത്തിന് A കാറ്റഗറി പദവി നൽകി. അതായത് UGC ഈ പറയുന്ന കലാമണ്ഡലത്തിന് A കാറ്റഗറി പദവി 2010 നൽകി. A കാറ്റഗറി പദവി എന്ന് പറയുമ്പോൾ A+നേക്കാൾ കുറച്ച് താഴെ നിൽക്കുന്ന ഒരു പദവി, എന്നാലും അതൊരു അംഗീകാരമാണ് കേരള കലാമണ്ഡലത്തിന്. 2021 കേരള കലാമണ്ഡലം ആദ്യമായി കഥകളി കോഴ്സിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകുന്നത്. അന്നൊരു വാർത്തയായിരുന്നു. ഓക്കെ, അപ്പൊ അതുവരെ കഥകളി എന്ത് ചെയ്തില്ല, സ്ത്രീകളെ പഠിപ്പിച്ചിരുന്നില്ല. പെൺകുട്ടികൾക്ക് കഥകളി പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ കേരള കലാമണ്ഡലം ആദ്യമായി കഥകളി കോഴ്സിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നത് 2021. ഇനി ആണ് കേരള PSCയുടെ നിരന്തരമുള്ള ചോദ്യങ്ങൾ തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ വന്നിട്ടുണ്ട്. ആദ്യത്തെ ചെയർമാൻ എല്ലാവർക്കും അറിയാം, സ്ഥാപക ചെയർമാനാണ് അദ്ദേഹം, ഫൗണ്ടർ കം ചെയർമാനാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ചെയർമാൻ പദവിയിൽ ഉണ്ടായിരുന്ന മറ്റ് പ്രധാനികൾ കാലാകാലങ്ങളിൽ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ കേരള PSC ചോദിച്ചു വന്നതിന്റെ അടിസ്ഥാനത്തിൽ പലരുടെയും പേരുകൾ അന്നത്തെ കേരള കലാമണ്ഡലം പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചവരിൽ പ്രധാനമായിട്ടും വരുന്ന അല്ലെങ്കിൽ മുൻഗാമികൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി അല്ലെ. അതുപോലെ ONV കുറുപ്പ് കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ ആയിരുന്നു.
VR പ്രബോധചന്ദ്രൻ നായർ, ഇവരൊക്കെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഇതെല്ലാം കേരള PSC ചോദിച്ചിട്ടുള്ളതുമാണ്. ONV കുറുപ്പ് കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ ആയിരുന്നു. VR പ്രബോധചന്ദ്രൻ നായർ ഈ പറയുന്ന കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ ആയിരുന്നു. അപ്പോ ശ്രദ്ധിക്കണം, 2007 കൽപ്പിത സർവകലാശാല, ഇതിപ്പോ ഒരു സർവകലാശാല ആയിരിക്കുകയാണ്. ഒരു സർവകലാശാല ആകുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം എന്താണെന്ന് അറിയാവോ? ചെയർമാൻ എന്നുള്ള പദവി മാറുന്നു. സർവകലാശാലയ്ക്ക് ചാൻസലറും വൈസ് ചാൻസലറുമാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഈ പറയുന്ന ONV കുറുപ്പ്, പ്രബോധചന്ദ്രൻ നായരൊക്കെ കേരള സർവകലാശാലയ്ക്ക് കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നതിന് മുന്നേ ചെയർമാൻ സ്ഥാനത്ത് ഉണ്ടായിരുന്ന വ്യക്തികളാണ്. കൽപ്പിത സർവകലാശാല സ്ഥാനം 2007 ലഭിച്ചതിന് ശേഷം ചാൻസലർ, വൈസ് ചാൻസലർ എന്നീ പദവികളാണ് ഇവിടെ ഉള്ളത്. 2010 UGC A കാറ്റഗറി പദവി നൽകിയ കാര്യവും മറക്കരുത്. അപ്പോ ആദ്യത്തെ വൈസ് ചാൻസലർ, അതായത് കേരള കലാമണ്ഡലത്തിന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ KG പൗലോസ്. KG പൗലോസ്, വെരി ഇമ്പോർട്ടന്റ്, ആദ്യ വൈസ് ചാൻസലർ KG പൗലോസ്. ഇനി നിലവിലെ ചാൻസലർ മല്ലിക സാരാഭായ്. ഓക്കെ, നിലവിലെ ചാൻസലർ എന്ന് പറയുന്നത് മല്ലിക സാരാഭായ്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണ്, അല്ലെ? ഗവർണറാണ്. അപ്പോ നമ്മള് ഇപ്പോ കേരള സർക്കാരിന്റെ നടപടികളുടെ ഭാഗമായിട്ട് സർവകലാശാല ചാൻസലർ സ്ഥാനം ഗവർണർ നൽകത്തില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചാൻസലറായിട്ട് ഇപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് മല്ലിക സാരാഭായ്. അതുകൊണ്ടാണ് ആദ്യ നിലവിലെ ചാൻസലർ, ആദ്യ ചാൻസലർ എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിപ്പോഴും ഒരു ഗവർണർ ആയിരിക്കും, നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിലവിലെ ചാൻസലറായി വരേണ്ടത് ശരിക്കും ഗവർണർ തന്നെയായിരുന്നു. അതിന് പകരം മല്ലിക സാരാഭായ് നിലവിലെ ചാൻസലർ, നിലവിലെ വൈസ് ചാൻസലർ ആയിട്ട് ഈ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആണ്. കേരള ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് കറണ്ട് അഫയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ താഴെ സിലബസിൽ കാണും. അതൊക്കെ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. നിലവിലെ കേരള കലാമണ്ഡലം ചാൻസലർ ആണ് മല്ലിക സാരാഭായ്, വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ. അപ്പോൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ വൈസ് ചാൻസലർ KG പൗലോസ്, നിലവിലേത് ബി അനന്തകൃഷ്ണൻ. ആദ്യത്തെ ചാൻസലർ നോക്കേണ്ട ആവശ്യമില്ല, അപ്പോഴും ഒരു ഗവർണർ ആയിരിക്കും. എന്നാൽ ഇവിടെ നിലവിലെ ചാൻസലർ മല്ലിക സാരാഭായ്, ഗവർണറിനെ മാറ്റി പ്രതിഷ്ഠിച്ചതാണ്. ഇനി ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ ചില പ്രധാനപ്പെട്ട വ്യക്തികളെ കേരള PSC ചോദിച്ചിട്ടുണ്ട്, അല്ലെ? കേരള PSC പരീക്ഷകളിൽ ചോദിക്കുന്നുണ്ട്, അല്ലെ? അത് ഏറ്റവും കൂടുതൽ തവണ ഞാൻ കണ്ടിട്ടുള്ളത് കലാമണ്ഡലം ദേവകിയാണ്. കലാമണ്ഡലം ദേവകി എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ശ്രദ്ധിക്കണം, കലാമണ്ഡലം ദേവകി ഓക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓട്ടം തുള്ളൽ. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓട്ടം തുള്ളലുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു സ്ത്രീയുടെ പേര് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇനി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം, ഓട്ടം തുള്ളലിൽ ഒരേ ഒരു വ്യക്തിയുള്ളൂ, ദേവകി. ബാക്കി സ്ത്രീകൾ കൂടുതലും പരിശീലിച്ചിരിക്കുന്നത് മോഹിനിയാട്ടമാണ്. കലാമണ്ഡലവുമായിട്ട് വേറെ ഏത് ചോദ്യം ചോദിച്ചാലും സ്ത്രീകളുടെ പേരാണെന്നുണ്ടെങ്കിൽ മോഹിനിയാട്ടമാണ്. ഒരിക്കലും കഥകളി വരില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം 2021 മുതലാണ് കേരള കലാമണ്ഡലത്തിൽ കഥകളിക്ക് വേണ്ടി കഥകളി പഠിപ്പിക്കുന്നതിലേക്ക് ആ ഒരു കോഴ്സിലേക്ക് പെൺകുട്ടികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? അപ്പോ പ്രശസ്ത പേരുകളൊന്നും വരത്തില്ല കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോ ലീലാമ്മ, കല്യാണിക്കുട്ടിയമ്മ, ലീലാമ്മ, സത്യഭാമ, ക്ഷേമാവതി, ഇവരെല്ലാവരും മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇനി ആണുങ്ങളിൽ കൂടുതലും കഥകളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് പ്രശസ്തരായ കേരള കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെല്ലാം കഥകളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൽ കലാമണ്ഡലം ഗോപി ഏറ്റവും പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമവും കേരള PSC ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. വടക്കേ മണലത്ത് ഗോവിന്ദൻ നായർ എന്നുള്ളതാണ് കേരള കലാമണ്ഡലത്തിൽ കഥകളി അഭ്യസിച്ചിരുന്ന കലാമണ്ഡലം ഗോപിയുടെ യഥാർത്ഥ പേര്. കലാമണ്ഡലം ഹൈദരലി എന്ന് കണ്ടിട്ട് ദഫ്മുട്ടെന്നോ ഒന്നും കൊടുക്കരുത്, മാപ്പിള നൃത്തമെന്നോ മാപ്പിളപ്പാട്ടെന്നോ ഒന്നും പറഞ്ഞ് കൊടുക്കരുത്. കലാമണ്ഡലം ഹൈദരാലി കഥകളിയാണ്. കലാമണ്ഡലം കൃഷ്ണൻ നായർ കഥകളി, കലാമണ്ഡലം രാമൻകുട്ടി നായർ കഥകളി,
കലാമണ്ഡലം കേശവൻ കഥകളി. അപ്പൊ ഇവരുടെയൊക്കെ പേരുകൾ നമ്മൾ ഇപ്പോ പഠിക്കുമെങ്കിലും ഓർത്തിരിക്കുമെങ്കിലും പരീക്ഷാ സമയത്ത് നമ്മൾ ഇവരുടെ പേരുകളൊന്നും ഓർക്കാനേ പോകുന്നില്ല. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. 2021 പെൺകുട്ടികൾക്ക് കഥകളി അഭ്യസിക്കാനുള്ള അവസരം കേരള കലാമണ്ഡലം നൽകിയത്. അപ്പോൾ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് കലാമണ്ഡലം ഒരു സ്ത്രീ പേര് വരത്തില്ല. എന്നാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പരിശീലിച്ചിരിക്കുന്ന മോഹിനിയാട്ടമാണ്. പ്രശസ്തരായിട്ടുള്ള വ്യക്തികളൊക്കെ മോഹിനിയാട്ടമാണ്. എന്നാൽ അതിൽ ഒരാൾ മാത്രം വ്യത്യസ്തയാണ്. ആര്? കലാമണ്ഡലം ദേവകി ഓട്ടം തുള്ളൽ. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ കോഡ് ചെയ്തിരിക്കുക. ഇനി പുരുഷന്മാര് എല്ലാവരും മിക്കവരും പ്രശസ്തരായിട്ടുള്ളവര് കേരള PSC ചോദിച്ചിട്ടുള്ളവരെല്ലാം കഥകളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൽ കലാമണ്ഡലം ഗോപിയും കലാമണ്ഡലം ഹൈദരലിയും ഒന്നിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള പേരുകളാണ്. അങ്ങനെ ഇരിക്കെ നമ്മൾ കേരള സാഹിത്യ അക്കാദമിയിലേക്ക് വരികയാണ്. കേരള സാഹിത്യ അക്കാദമി മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും പരിപോഷണം ലക്ഷ്യമിട്ട് കേരള സഹകരണ വകുപ്പിന് കീഴിൽ സ്ഥാപിച്ച ഒരു സ്വയംഭരണ സ്ഥാപനം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ എന്താണ് സ്വയംഭരണ സ്ഥാപനം. ഒരു സ്ഥാപനത്തെ കുറിച്ച് ഇപ്പൊ കേരള ഭരണരംഗമായിക്കോട്ടെ, കേരള PSCയുടെ ചോദ്യം എന്ന് പറയുന്നത് ഇത്രയാണ്: കേരള കലാമണ്ഡലം ഒരു കൽപ്പിത സർവകലാശാലയാണ് അല്ലെ? കേരള കലാമണ്ഡലം പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമാണ്. ശരിയാണോ? കേരള കലാമണ്ഡലം ഒരു കൽപ്പിത സർവകലാശാലയാണ്. കേരള കലാമണ്ഡലം ഒരിക്കലും ഒരു പൂർണ്ണമായ സർക്കാർ സ്ഥാപനമല്ല. ഒരു സർവകലാശാലയ്ക്ക് എന്തുണ്ട്? സ്വയംഭരണാധികാരമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ സർവകലാശാലകളും ഓട്ടോണോമസ് ആണ്. അതായത് സ്വയംഭരണ അധികാരമുണ്ട്. കാരണം മാനേജ്മെന്റ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർക്കൊരു ടീമുണ്ട്. അവിടെ പ്രത്യേകിച്ച് നയങ്ങളും പോളിസികളും ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊള്ളണം. ഒരു സർവകലാശാല അത് സ്വയംഭരണ അധികാരമുണ്ട്, ഓട്ടോണോമസ് ബോഡി കൂടിയാണ്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. ഇത് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. ഇത് രണ്ടും തന്നെ കേരള സർക്കാരിന്റെ കീഴിലുള്ള സാംസ്കാരിക വകുപ്പിന്, അല്ലെങ്കിൽ ഈ പറയുന്ന സാഹിത്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ സഹകരണ വകുപ്പാണ്. കലാമണ്ഡലം സാംസ്കാരിക വകുപ്പും ഇത് വന്നിട്ട് സഹകരണ വകുപ്പുമാണ്. ഓക്കെ, കീഴിലുള്ള എന്താണ്? സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. എന്നാൽ കലാമണ്ഡലം ഒരു കൽപ്പിത സർവകലാശാലയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു പൂർണ്ണ സർക്കാർ സ്ഥാപനം എന്ന് പറയുന്നത് എന്താണ്? സർക്കാർ പൂർണ്ണമായും നിയന്ത്രിക്കുന്നു, 100% നിയന്ത്രിക്കുന്നു. സർക്കാരിന്റെ വകുപ്പുകളെല്ലാം പൂർണ്ണമായും സർക്കാർ സ്ഥാപനങ്ങളാണ് അല്ലെ? അതേസമയം നമ്മുടെ ഏതാണ്, ഞാൻ ഓർക്കുന്നില്ലല്ലോ, ഒരു കേരള PSCക്ക് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പെട്ടെന്ന് ഓർക്കുന്നില്ല. കേരള സർക്കാരിന്റെ ഒരു സ്വയംഭരണ സ്ഥാപനത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ടെലിഗ്രാം ചാനലിൽ അതിനെക്കുറിച്ച് ഇടാം. അപ്പൊ ശ്രദ്ധിക്കാം. 1956 ആഗസ്റ്റ് 15 തിരുക്കൊച്ചി സർക്കാർ തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിൽ രൂപവൽക്കരിച്ച കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം 1958 തൃശ്ശൂരിലേക്ക് മാറ്റി. അപ്പൊ ഇതാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. 1956 ആഗസ്റ്റ് 15 എന്താണ് 1956 1956 സ്വാതന്ത്ര്യ ദിനത്തിലാണ് തിരുക്കൊച്ചി, അന്ന് തിരുക്കൊച്ചി സർക്കാർ 1949 രൂപവൽക്കരിക്കപ്പെട്ടു. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ലയിച്ചു തിരുക്കൊച്ചി സംസ്ഥാനം രൂപവൽക്കരിക്കപ്പെട്ടു. 1956 നവംബർ 1 കേരളം രൂപവൽക്കരിക്കപ്പെടുന്നത് അല്ലെ? അപ്പോ ആ നവംബർ 1 മുന്നേ 1956 ആഗസ്റ്റ് 15 ഇവിടെ ഉണ്ടായിരുന്ന തിരുക്കൊച്ചി സർക്കാരാണ്. അവരാണ് തിരുവനന്തപുരം കനകക്കുന്നിൽ എന്ത് ചെയ്യുന്നത്? കേരള സാഹിത്യ അക്കാദമി രൂപവൽക്കരിച്ചത്. തുടർന്ന് കേരളം 1956 നവംബർ 1 രൂപവൽക്കരിക്കപ്പെട്ടു. കേരള സർക്കാർ പുതുതായിട്ട് EMS മന്ത്രിസഭ നിലവിൽ വന്നു. ഓക്കെ, 1958 തൃശ്ശൂരിലേക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം മാറ്റി. അപ്പൊ നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരിലാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, തിരുക്കൊച്ചി രാജപ്രമുഖനായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് 1956 ഒക്ടോബർ 15 കേരള സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം 1956 തിരുക്കൊച്ചി സർക്കാർ എന്ന് ആഗസ്റ്റ് 15 തന്നെ ഇത് സ്ഥാപിച്ചു. പക്ഷെ ഇതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് തിരുക്കൊച്ചിയുടെ രാജപ്രമുഖായിരുന്ന
ചിത്ര തിരുനാൾ ബാലരാമവർമ്മയെ കാത്തിരുന്നു. അദ്ദേഹം ഒക്ടോബർ 15-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് 1958-ൽ കേരള സർക്കാർ ഇതിന്റെ ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റി. 1957 മാർച്ച് 23-ന് അക്കാദമിയുടെ ആദ്യ സമ്പൂർണ്ണ യോഗം ചേർന്നു. PSC ബുള്ളറ്റിനിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ PSC പരീക്ഷകളിൽ ആദ്യ സമ്മേളനം അല്ലെങ്കിൽ യോഗം ചേർന്ന ദിവസത്തെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ സാഹിത്യ അക്കാദമി പ്രാദേശിക തലത്തിൽ രൂപവൽക്കരിച്ച ആദ്യ സംസ്ഥാനം കൂടിയാണ് കേരളം. കേരള സർക്കാർ സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ടെങ്കിലും അക്കാദമിയുടെ ഭരണഘടനാ പ്രകാരം അക്കാദമി ഇപ്പോഴും സ്വയംഭരണ സ്ഥാപനമായി തന്നെ നിലകൊള്ളുന്നുണ്ട്. ഓക്കെ, ഇനി മലയാളത്തിൽ നിന്ന് അക്കാദമിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് കേട്ടോ. മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്കും മറ്റു ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്കും കൃതികൾ പരിഭാഷപ്പെടുത്തുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാഹിത്യ ചരിത്രം, ഗ്രന്ഥസൂചി, ഡയറക്ടറി, വിജ്ഞാനകോശം തുടങ്ങിയ റഫറൻസ് ഗ്രന്ഥങ്ങളും ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വളർച്ചയ്ക്ക് ഉതകുന്ന ഗ്രന്ഥങ്ങൾ എന്നിവ പ്രസിദ്ധീകരിക്കുക. അപ്പോ ഇത് കേരള PSC ചോദിച്ചിട്ടുണ്ട്. സാഹിത്യ ചരിത്രം, അതായത് നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് സാഹിത്യ ചരിത്രം. അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ് സാഹിത്യ ചരിത്രവും ഗ്രന്ഥസൂചിയും. മികച്ച സാഹിത്യ ഗ്രന്ഥങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകുക നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 2022-ലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അല്ലെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഇതൊക്കെ നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം ഇവിടെ വരുന്നില്ല. 2022-ൽ അതായത് ഏറ്റവും മികച്ച സാഹിത്യകാരന്മാർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 2022-ൽ കേരള സാഹിത്യ അക്കാദമി 2022-ലെ കേരള സാഹിത്യ അക്കാദമി 2023-ലാണ് പ്രഖ്യാപിക്കുന്നത് അല്ലെ. ഏറ്റവും മികച്ച നോവലിന് പുരസ്കാരം ലഭിച്ചത് ആരാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എപ്പോഴും നമ്മൾ പഠിക്കും. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എല്ലാ വർഷവും പ്രഖ്യാപിക്കാറുണ്ട്. 2023-ൽ പ്രഖ്യാപിച്ചത് 2022-ലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ്. ആർക്കാണ്? സമ്പർക്ക ക്രാന്തി എന്ന് പറയും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോവൽ, ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയതിന് വി ശിനിലാൽ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചു. അതായത് ഏറ്റവും മികച്ച നോവലിസ്റ്റിനുള്ള പുരസ്കാരം ബി ശിനിലാൽ, സമ്പർക്ക ക്രാന്തി. ഇനി ഏറ്റവും മികച്ച ചെറുകഥ മുഴക്കമാണ്. ഏറ്റവും മികച്ച ചെറുകഥ മുഴക്കം. ആ മുഴക്കം എഴുതിയതാരാണ്? കേരള PSC ചോദ്യമായിട്ട് നാളൊരു കാലത്ത് വീണ്ടും അവതരിപ്പിക്കപ്പെടും. കാരണം മുഴക്കം എന്ന ചെറുകഥ എഴുതിയിരിക്കുന്നത് PF മാത്യൂസ് ആണ്. PF മാത്യൂസ്, അദ്ദേഹത്തിന് മികച്ച ചെറുകഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചു. അതുപോലെ തന്നെ NG ഉണ്ണികൃഷ്ണൻ, നമ്മുടെ ഇവരുടെയൊക്കെ PF മാത്യൂസ് എന്നും അതുപോലെ NG ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിന് ഏറ്റവും മികച്ച കവിതയ്ക്കുള്ള അവാർഡാണ് ലഭിച്ചത്. കടലാസ് വിദ്യ എന്ന് പറയുന്ന ഒരു കവിത അദ്ദേഹം എഴുതിയതിന് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചു. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2022 അതും ഏറ്റവും മികച്ച സാഹിത്യകാരന്മാർക്ക് പുരസ്കാരങ്ങൾ നൽകുക. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് 2022-ലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാക്കളാണ്. ഇവരുടെ ലിസ്റ്റ് ഞാൻ ടെലിഗ്രാം ചാനലിൽ നൽകിയേക്കാം, അല്ലെങ്കിൽ ഈ നോട്ടിനോടൊപ്പം തന്നെ ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഏറ്റവും മികച്ച നോവൽ എന്ന് പറയുന്നത് സമ്പർക്ക ക്രാന്തി, ആരുടെയാണ്? വി ശിനിലാൽ. ഏറ്റവും മികച്ച ചെറുകഥ മുഴക്കം, PF മാത്യൂസ്. ഏറ്റവും മികച്ച കവിത കടലാസ് വിദ്യ, NG ഉണ്ണികൃഷ്ണൻ. ഏറ്റവും മികച്ച നാടകം എന്ന് പറയുന്നത് കുമരു എന്ന് പറയുന്ന നാടകമാണ്. എമിൽ എന്നുള്ള പേര്, എമിൽ മാധവി എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് കുമരു എന്ന നാടകം എഴുതിയിരിക്കുന്നത്. അതിന് മികച്ച നാടകത്തിനുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പിന്നെയും വേറെ കുറെ അവാർഡുകളുണ്ട്, അതെല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്ത് നോട്ടായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സാഹിത്യ ശില്പശാലകൾ നടത്തുക, ഓക്കെ, അവയർനെസ്സിന് വേണ്ടിയിട്ട്. യുവ എഴുത്തുകാർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി സാഹിത്യ പഠന ശില്പശാലകൾ നടത്തുക. ഭാഷയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും മേഖലയിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക. സാഹിത്യകാരന്മാർക്ക് പഠന പരിണത്തിനും ഗ്രന്ഥ രചനയ്ക്കും സ്കോളർഷിപ്പ് നൽകുക. ജനങ്ങളിൽ സാഹിത്യ അഭിരുചി വളർത്തുന്ന പരിപാടികൾ ആവിഷ്കരിക്കുക. പുസ്തക പ്രസിദ്ധീകരണത്തിന് സഹായം നൽകുക. ഏതെങ്കിലും നല്ലൊരു സാഹിത്യകാരന് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പറ്റില്ലെങ്കിൽ കേരള സാഹിത്യ അക്കാദമി ഇടപെട്ട് അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. എഴുത്തുകാർക്ക് സഹായങ്ങൾ ചെയ്യും. ഇതൊക്കെ നോൺ ആയിട്ടുള്ള ഫാക്ട്സുകളാണ്. ഇതൊന്നും ഓരോന്നായിട്ട് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കേരള സാഹിത്യ അക്കാദമി സഹകരണ വകുപ്പിന് കീഴിൽ സ്വയംഭരണ അധികാരമുള്ള ഒരു
സ്ഥാപനമായിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി 1956 ആഗസ്റ്റ് 15 രൂപവൽക്കരിക്കപ്പെട്ടു. എന്നാൽ 58 തൃശ്ശൂരിലേക്ക് ഇതിന്റെ ആസ്ഥാനം മാറ്റുന്നത്. ആദ്യം രൂപവൽക്കരിക്കപ്പെടുമ്പോൾ തിരുവനന്തപുരമായിരുന്നു ആസ്ഥാനം, 58 തൃശ്ശൂരിലേക്ക് മാറി എന്നുള്ള കാര്യവും. അതുപോലെ തന്നെ നോക്കാം, സാഹിത്യ ചക്രവാളം എന്ന് പറയുന്ന മാസിക, അതുപോലെ സാഹിത്യ ലോകം എന്ന ദ്വൈമാസിക, മലയാളം ലിറ്റററി സർവേ എന്ന ഇംഗ്ലീഷ് ത്രൈമാസിക തുടങ്ങിയവ സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു സാഹിത്യ ചരിത്രം, സാഹിത്യത്തിന്റെ ഓരോ എഴുത്തച്ഛനെ കുറിച്ചും എനിക്ക് തോന്നുന്നു ഓരോ സാഹിത്യകാരന്മാരെ കുറിച്ചും അവരുടെയൊക്കെ വ്യക്തമായ കൃതികളും മറ്റ് വർക്കുകളെ കുറിച്ചൊക്കെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ആയതൊക്കെ ഈ പറയുന്ന കോളേജുകളിലും മറ്റുമൊക്കെ പഠന വിഷയങ്ങളാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാഹിത്യ ചരിത്രങ്ങളും ഗ്രന്ഥസൂചികളുമൊക്കെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തന മേഖലയാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അതില് അവരുടെ മാസികയാണ് സാഹിത്യ ചക്രവാളം. ഓക്കെ, ഇനി ദ്വൈമാസിക, ഓക്കെ, സാഹിത്യ ലോകം. ഇനി മലയാളം ലിറ്റററി സർവേ എന്നുള്ളത് ഇംഗ്ലീഷ്. നിങ്ങൾ ഇത്രമാത്രം ഓർത്താൽ മതി. മാസികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം. ഇനി മലയാളം ലിറ്റററി സർവേ എന്ന് പറയുന്നത് അതൊരു ഇംഗ്ലീഷ് മാസികയാണെന്നും ഓർത്താൽ മാത്രം മതി. ഓക്കെ, മലയാളത്തിലെ മുഴുവൻ പുസ്തകങ്ങളും നശിച്ചു പോയതും അല്ലാത്തതുമായിട്ടുള്ള മാക്സിമം കണ്ടെത്തി അവയുടെ പ്രസിദ്ധീകരണവും അവയുടെ സുരക്ഷിതത്വവും ഈ പറയുന്ന കേരള സാഹിത്യ അക്കാദമി ഉറപ്പുവരുത്തുന്നുണ്ട്. അതിനായിട്ട് അവർക്ക് ലൈബ്രറി കൂടിയുണ്ട്. കാലപ്പഴക്കം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന അപൂർവ പുസ്തകങ്ങളും മറ്റുമെല്ലാം അവരുടെ ശേഖരത്തിൽ സൂക്ഷിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി കൂടി അവർക്കുണ്ട്. ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് സർദാർ KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കർ. ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ലളിതാംബിക അന്തർജനം. കേരള PSC ചോദ്യമാണ്. ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കർ, ആദ്യ വനിതാ പ്രസിഡന്റ് ലളിതാംബിക അന്തർജനം. രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് P വത്സല. ഈ ഇടയ്ക്ക് 2023 നവംബർ 21 അല്ലെ 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും ഒക്കെ ആയ P വത്സല 2023 നവംബർ 21 തോന്നുന്നു അന്തരിച്ചുപോയി. ഓക്കെ, അപ്പോൾ അത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ്, നിലവിലെ പ്രസിഡന്റ് വന്നിട്ട് K സച്ചിദാനന്ദൻ. ഓക്കെ, മാത്രമല്ല മുൻ പ്രസിഡന്റുമാരെ ഒന്ന് നോക്കാം. KP കേശവമേനോൻ, G ശങ്കരക്കുറുപ്പ്, P കേശവദേവ്, പൊൻകുന്നം വർക്കി, തകഴി, MK സാനു, MT വാസുദേവൻ നായർ, MT വാസുദേവൻ നായർ സിനിമ തിരക്കഥാകൃത്തുക, പിന്നെ സിനിമ തിരക്കഥാകൃത്തുകാരൻ കൂടിയായ അല്ലെങ്കിൽ യൂസഫ് അലി കേച്ചേരി, M മുകുന്ദൻ നിലവിലെ സാഹിത്യകാരനാണ്. പെരുമ്പടവൻ ശ്രീധരൻ, വൈശാഖനൊക്കെ, അതായത് K സച്ചിദാനന്ദന് തൊട്ടു മുന്നേ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് വൈശാഖനായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരും കേരള PSC ചോദിച്ചിട്ടുണ്ട്. വൈശാഖൻ എന്നുള്ളത് തൂലിക നാമോ, യഥാർത്ഥ പേര് MK ഗോപിനാഥൻ നായർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി അപ്പോ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു അല്ലെ. സാഹിത്യ ചരിത്രങ്ങൾ വരുന്നുണ്ട്, ഗ്രന്ഥസൂചികൾ വരുന്നുണ്ട്. മാസികകൾ എന്നു പറഞ്ഞാൽ ഏതൊക്കെയാണ് മാസികകൾ പ്രസിദ്ധീകരിക്കുന്നത്? സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്റററി സർവേ. അപ്പൻ തമ്പുരാൻ സ്മാരക മന്ദിരം 1976 സാഹിത്യ അക്കാദമി ഏറ്റെടുത്തു. സുകുമാർ അഴീക്കോട് സ്മാരകം 2013 മെയ് 5 സർക്കാർ ഏറ്റെടുത്ത് കേരള സാഹിത്യ അക്കാദമി ഏൽപ്പിച്ചു. ഇതെല്ലാം ആ അന്ധകാലത്തിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരെ ഇവിടെ കളക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ഇനി എക്സ്ട്രാ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി 2023 കേരള PSC ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് ഗില്ലി വിടു. അതായത് കേരള സാഹിത്യ അക്കാദമി മഞ്ചേശ്വരത്തെ സംഘടിപ്പിച്ച ബഹുഭാഷ ജില്ലയാണല്ലോ ഈ പറയുന്ന കാസർഗോഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഒട്ടനവധി ഭാഷകൾ അവിടെ സംസാരിക്കുന്നുണ്ട്. ഇനി ഗില്ലിവിടു, അതായത് കിളിവീട് എന്നാണ് അർത്ഥം. പ്രാദേശികതയുടെയും വൈവിധ്യയുടെയും ആഘോഷമായി കേരള സംഗീത നാടക അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി, കേരള തുളു അക്കാദമി എന്നിവയുമായി സഹകരിച്ചായിരുന്നു സമ്മേളനം നടത്തിയത്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി കാസർഗോഡ് മഞ്ചേശ്വരത്ത് അവതരിപ്പിച്ച ഒരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് ഗിളിവിടു. ഓക്കെ, അഥവാ കിളിവീട് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോട്ട് ഞാൻ ടെലിഗ്രാം ചാനലിലും ആപ്പിനുള്ളിലും എംഫേവർ ആപ്പിനുള്ളിലും നൽകിയേക്കാം. കേരള സാഹിത്യ അക്കാദമി 2022 ജേതാക്കളുടെ ലിസ്റ്റ് കൂടി ഉൾപ്പെടുത്തി നോട്ട് അപ്ഡേറ്റ് ചെയ്യാം. നന്ദി.